കേവലം തന്നെ നിര്യാണ യോഗാനന്ദമീക്ഷിപ്പാൻ അമ്പരാദേവൻ പൂമല തൂകിനിതവ് ചിപ്പുമാന്റെ ജന്മകർമാതി കൊണ്ട് സമ്പത്ത് കണ്ടാൽ മൂക്കും കുത്തി വീഴുന്നയാളാണ്. അതിന് പലയിടത്തും പിന്നെ പുരാണത്തിലെ കശ്യപന് ഈ അഡ്വൈസ് റിമാർക്സ് വന്നിട്ട് ഷെയ്പ്പുണ്ട്. ഇവിടെ കലശം വെച്ചിരിക്കുന്നു, അതിനൊരു നിശ്ചിതമായ ഷെയ്പ്പുണ്ട്. അപ്പോൾ ഈ കുടം സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് പ്രധാന ആകാശത്തെ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട്. മഹാവിഷ്ണുതൻ ചരിതവിദത്ഭുതമായി സർവകൽപശകരമായിട്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ സർവതാപനാശനായി കൃഷികേശനായി സത്വപതിയായിരിക്കുന്ന പരമാത്മാവാം നാരായണൻ താനിവിടത്തിൽ പുരുഷനായി ബ്രഹ്മപരമജഗത്തായി ജ്ഞാനമായി അവ്യയമായിരിക്കും നാരായണൻ തങ്ങളുടെ ഉപാഖ്യാനം വിജ്ഞാന സംയുതമായി ചിന്മയമായിരിക്കും. ഇതിനെ പ്രോക്തമായി ഭക്തിയോഗവും വൈരാഗ്യത്തെയും നാരദന്റെ ആഖ്യാനത്തെയും വിപ്രശാപകാരണമായ മന്നനാം പരീക്ഷിത്തു തന്റെയും സുഖമുനി തന്നുടെ വൃത്താന്തവും തമ്മിലെ സംവാദവും ശ്രീ പരീക്ഷിത്തു തന്റെ യോഗധാരണങ്ങളും താപസൻ നാരദന്റെ ചരിത്രം ഭാതാവിന്റെ ചരിതം അവർ തമ്മിൽ സംവാദ വൃത്താന്തവും ഹരിതന്നവതാരം സർഗവും സർഗത്തിന്റെ പ്രാധാന്യമതും വിതുര ഉദ്ധവ സംവാദവും ക്ഷത്താവും മൈത്രേയനും തമ്മിലെ സംവാദവും അതിങ്കൽ ചൊന്ന മഹാപുരുഷ സംസ്ഥിതമായിരിക്കും പുരാണവും ബ്രഹ്മാണ്ഡ സംഭൂതിയും വൈരാജപുരുഷന്റെ സംഭവം കാലഗതി സ്ഥൂല സൂക്ഷ്മങ്ങൾ പത്മത്തിൽ സംഭവം പിന്നെ പാലനപരൻ ഹിരണ്യാക്ഷനെ വധിച്ചതും. ഓം നമോ ഭഗവതേ വാസുദേവായ. രക്ഷപുത്രന്മാരുടെ അവർ പുത്രികൾ സന്തതിയും ദേവ മാനുഷ്യവാദികളുടെ ജന്മം വൃത്രന്റെ നിധനവും പുത്രന്മാരാ ദൈത്യനും വൃത്താന്തവും മഹാബലി ചരിതം മന്വന്തരം. ഓ ദൈത്യേന്ദ്രൻ മഹാബലി ചരിതം മന്വന്തരം അന്തരാചരിതവും ബാലനേന്ദ്രന്റെ മോക്ഷം മന്വന്തരത്തിൽ അവതാരങ്ങൾ കൂർമ്മ മത്സ്യ വാമന നരസിംഹാദ്യവതാരങ്ങൾ വിഷ്ണു തന്നെയങ്ങി എന്നതും പാൽക്കടൽ മഥനവും നിത്യദേവന്മാർ യുദ്ധം രാജവംശാനുവൃത്തം ഇക്ഷ്വാകുതന്റെ ജന്മം തൽവംശവിസ്താരവും ഇളതനുപാഖ്യാനം താരോപാഖ്യാനം സൂര്യവംശാനുവൃത്തം സോമനാദികതന്റെ കഥ ശര്യാദി കാവുൽസ്ഥന്റെ മാധാത സകരന്റെ ബുദ്ധിമാൻ ഖഡ്വാങ്കന്റെ സൗപരിമുനിയുടെ തത്ര ശ്രീരാമവൃത്തം നിമിതൻ ദേഹത്യാഗം ജനകന്മാരുടെ അസംഭവം പിന്നെ ശേഷം പരശുരാമജന്മം ക്ഷത്രിയ വിനാശനം സോമവംശത്തിൻ ജന്മം ഐലന്റെ ചരിതവും നകുശന്തന്റെ വൃത്തം ദൗഷ്യന്തൻ ഭരതന്റെ ശന്തനുവിന്റെ അവൻ തന്നുടെ പുത്രവൃത്തം മന്നവൻ യയാതിതൻ ചരിതം യദുവിന്റെ സന്തതി ജാതങ്ങൾ ചരിതം ഇവയെല്ലാം അവിടെ ജഗദീശനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി വസുദേവന്റെ വംശേ ജനിച്ചു ഗോകുലത്തിൽ വളർന്ന കഥകളും. ഓം നമോ ഭഗവതേ വാസുദേവായ.
പാനവും ശകടനിഹരിച്ച വൃത്താന്തവും പിന്നെ ഹിന്ദുനാവർത്തനെന്ന് വന്നന്റെ വധം ശിശുവിൻ വൃത്താന്തവും ഭഗന്റെ വധം അഘാസുരന്റെ വത്സന്റെയും തന്റെ ഭ്രാതാക്കൾ വധങ്ങളും പ്രലംബവധം ഗോപന്മാരുടെ ചരിതവും അഗ്നിവാനവും കാളിയും തന്റെ മതകരും നന്ദമോചനം ഗോപകന്മാർ പ്രതിമാർ വന്ന അവരോ അജനാച്ചുരൻ പ്രസാദിച്ചു ഗോപികമാരുമായി രാസക്രീഡയും പിന്നെ ശങ്കചൂടന്റെ വധം അരിഷ്ടവധം പിന്നെ വമ്പനാൻ കംസൻ തന്റെ മന്ത്രവും കേശിവധം നാരദസ്തുതി യോമവരവും അക്രൂരന്റെ സാരചിന്തനം മധുരാപുരിമുഖു പിന്നെ രാമകൃഷ്ണാദികളോടുള്ള സംഭാഷണവും ആമോദവും അക്രൂരന്റെ സ്തുതിയും യാത്രകളും മധുരാപ്രവേശനും ജഗവതാദിയും മധുരാ ധനുർഭംഗം കംസന്റെ സുപ്രം തന്നോട് ദേശയാത്ര ശക്രനന്ദനാകും അർജുന സാരഥ്യവും കാളികളെ വിഭാഗവും ശീലവും മുനനരകന്മാരെ വധിച്ചതും 16,000 നാരികളുടെ പാണിഗ്രഹണം ചെയ്തവാറും രുക്മിണി പരീക്ഷയും പ്രതിജ്ഞ വിവാഹവും വൈവാഹേ രുക്മിവധം ശ്രീ വൈഷ്ണവം കൽപ്പിതം 23 സഹസ്രവും 24,000 അത്ര ശൈവം പിന്നെ പരിചോടം 14,000 സ്കാന്തം ഗ്രന്ഥമുണ്ട് 11,000 ഭാഗവതം സ്കന്ധവും 12 ചൊല്ലിന വേദവ്യാസ 25,000 ധരിക്ക മാർക്കണ്ഡേ 9,000 പാരാഗതി 24,000 കരുതൂ വാമനവും 10,000 പിന്നെ 17,000 14,000 മത്സ്യഗ്രന്ഥം ദാരുണം 19,000 പിന്നെ കേൾക്ക നേരോട് ബ്രഹ്മാണ്ടവും 12,000 ലൈംഗവും 11 സഹസ്രം അറിയണം ആഗ്നേയം 15 സഹസ്രം ചതുശതം ഭവിഷ്യം 14,500 ശ്രവിക്ക ബ്രഹ്മവൈവർത്തം 11,000 ഇത്തരം 4 ലക്ഷമാകും ഇതെല്ലാം കൂടി ഉത്തമ പുരാണങ്ങൾ 18 ഗ്രന്ഥം പങ്കജോത്ഭവം തനിക്കായി കൊണ്ടുനാരായണൻ സകടം തീർന്നു മോക്ഷം വരുവാൻ ഭാഗവതം ഉപദേശിച്ചാലെന്ന് നരഞ്ഞുകൊള്ളുകയെന്നു ഏവമെല്ലാമേ ചൊന്നേ ദ്വാദശേ മുനിമാലേ ഓ ഇതിനെ സാധിപ്പാനായി സകല കഥകളും ഇതിനു ഭാഗവത ഭക്തിയും മുഖ്യം മുനേ ഇതിനു ഭാഗവത ഭക്തിയും മുഖ്യം മുനേ ഓം നമോ ഭഗവതേ വാസുദേവായ മറ്റു വേണ്ടതൊക്കെയും സിദ്ധം ആകയാൽ ഭാഗവതം ചിന്തിച്ചു മനസ്സിങ്കൽ ഏകദേശമായി തന്നെ തോന്നിയിടും ജനങ്ങൾക്ക് വന്നിടും ഫലം ഇന്നവണ്ണം എന്നത് വേറെ ഞാൻ പറയുന്നതിൽ മുനിമാരേ മന്നിടത്തിങ്കൽ ജന്മം ചെയ്തതിൽ ഫലമല്ല വന്നു സംഭവിക്കുമെന്നുള്ളത് പറയേണ്ടു ആകയാൽ ഭക്തന്മാരായുള്ളവർ ശീലിക്കുന്ന ലോകനായകൻ കഥ സദാവാൽ വസിക്കാം ഏവമെല്ലാം ചൊല്ലി മാമുനിമാർ
കരുണാത്മാക്കളായ മഹത്താം ജനത്തിന് കരുണാത്മകനായ മൽഗുരുവനായ കരുണാവായി രാശിയായ ഭഗവാൻ ധരണീശ്വരന്മാർക്കും സർവ്വത്തും വണങ്ങുന്നേ. സർവത്ര പരിപൂർണമായ പരബ്രഹ്മം സർവ്വഹൃദയം വിളങ്ങുവാൻ സർവ്വമായി സർവസാക്ഷിയുമായി നിർവാണപദത്തിനായി കൊണ്ടിരാടണമേ. ഭഗവാൻ തന്റെ പുത്രനാകിയ ബ്രഹ്മാവിനായി ഭാഗവതത്തെ ഉപദേശിച്ച ഹേതുക്കളും ദേവതാസ്തുതികളുമൊക്കെയും മുമ്പേ തന്നെ ബലം ചൊല്ലി പിന്നെ ചൊല്ലിയേ ശേഷമെല്ലാം മേലേടമുള്ള കഥ ചിന്തിച്ചാൽ കാലവൈഭവമായിരത്തോർത്ത് വാഴുന്ന സുഖം ഏവമെല്ലാവരെ ചൊല്ലി മടങ്ങി മകൾ കൈവല്ല ശ്രീ മഹാഭാഗവതേ മഹാപുരാണോത്തമേ ശ്രീ സുന്ദരസൗരക സ്കന്ധം സമാപ്തം. സാധനമേതൊന്നുള്ളൂ സാധനം അത് ആരേ കാലേ ചൊല്ലിപ്പോൾ ചൊല്ലുവാൻ അനേകമുണ്ട്. ഓരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം ചൊല്ലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകയുള്ളതും കേൾക്കാനുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലിടും പുരാണങ്ങളുള്ളവ എല്ലാറ്റിലും നല്ലതും ഭാഗവതം എന്നല്ലോ ചൊല്ലിക്കേൾപ്പോ. പത്മാദി പുരാണങ്ങളൊക്കെയും എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ വരൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവേ ഭവേ യഥാ പാദയോ നാരായണ 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 സകല
ആദ്യ മന്ത്രം എല്ലാവരും ഏറ്റുപറയുക. നിരാമയ സർവേ ഭദ്രാണി പശ്യന്തോ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ഔപചാരികമായ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന നിമിഷങ്ങളാണ്. സത്യത്തിൽ ഇപ്പോൾ ഔഹൃദസ്നാന യാത്രയ്ക്കും അവിടെ പ്രത്യേക നിർമ്മിതി ഉണ്ടാക്കി അവിടെ എല്ലാവർക്കും ഇവിടെ യജ്ഞപ്രസാദം അച്ചടിച്ച് തരുന്നുണ്ട്. എല്ലാ വീടുകളിലും നമ്മുടെ ഭക്തജനങ്ങൾ മുടങ്ങാതെ ഇത് ചൊല്ലണം. അത് വീടിൻ്റെ ഐശ്വര്യത്തിന്, വ്യക്തിയുടെ ഐശ്വര്യത്തിന്, സമൂഹത്തിന്, നാട്ടിനൊക്കെ പ്രയോജനമാകും. അങ്ങനെ കുടുംബങ്ങളുടെ ഐശ്വര്യത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്താൻ ലക്ഷ്മി കടാക്ഷത്തിനായിട്ടുള്ള ഈ മന്ത്രഭാഗം എല്ലാവർക്കും അച്ചടിച്ച് തരികയാണ്. കൃത്യമായിട്ട് അത് ചൊല്ലി പഠിച്ചാൽ നിങ്ങൾക്കത് വലിയ ധർമ്മ തണലായിട്ട് വരും, യാതൊരു സംശയമില്ല.
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി ഈ മഹായജ്ഞത്തിൻ്റെ വൈദിക സത്യത്തിൽ ഞങ്ങൾ 3 പേര് ചൊല്ലേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ ചൊല്ലാം. മഹാപുരാണസ്യ സപ്താഹ ജപയജ്ഞസ്യ സദധികരണ മംഗലപൂജാ വിധാനസ്യ സനമനധനപൂർവക സങ്കൽപസ്യ സർവേഷാം സമ്പൂർണ്ണ സമർപ്പണം വസുദേവേ ഭഗവതി സപ്രശ്രയം സപ്രമാണം അദ്യ കരിഷ്യേ ക്ഷേത്രേശ്വരാണാം മംഗലദേവതാനാം ശ്രീചരണകമലേ അദ്യ കരിഷ്യേ അജാതമൂലപ്രഭവ ഗുരുചരണയുഗളേ അദ്യ കരിഷ്യേ. ഈ യജ്ഞത്തിൽ എന്തെങ്കിലും പാകപ്പിഴവ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതോ കുറ്റങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമാപണ മന്ത്രം പറയുക. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മന്ത്രമാണ്. ഒരുമിച്ച് തന്നെ നമുക്ക് പറയാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണജം വാ മാനസംഭാവരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ ശ്രീ മഹാദേവ ശൗരേ ശ്രീ മഹാദേവി മാതേ. സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ജോലി മൊത്തവും സമ്പൂർണ്ണമായിട്ട് ചെയ്തത് ബഹുമാന്യനായ ശ്രീകുമാര ശർമ്മ. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ യജ്ഞ നിർവഹണ സമിതി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ദക്ഷിണ സമർപ്പിക്കുന്നു. 1-ാം പീഠത്തിൽ വായിച്ചത് ശ്രീ കിളംകുളം വിനോദ്. അദ്ദേഹം കൊല്ലം ജില്ല പാരിപ്പള്ളി സ്വദേശിയാണ്. തൊട്ടപ്പുറത്ത് കരുനാഗപുരം 1500 സപ്താഹം കഴിഞ്ഞ ആളുകളാണ്. 1500 കൊല്ലം സപ്താഹങ്ങൾ വായിച്ച ആ ഒരു മഹാപുണ്യം നേടിയ 2 കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 യജ്ഞ പൗരാണികരാണ്. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഏറ്റവും വലിയ സഹായമായിട്ട് ഈ ഇതുപോലെയുള്ള യജ്ഞശാലകളിൽ ഒന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ പരിപാടിയിൽ ആദ്യന്തം പങ്കെടുക്കുന്നു.
നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു. എന്താണ് ഒരു കർമ്മത്തിലെ ആത്മാർത്ഥത എന്ന് കണ്ടില്ലേ അല്ലേ? എന്ത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിൽ എന്തായിരിക്കണം? ഒരു ലെവൽ ഓഫ് സിൻസിയറിറ്റി. ദേശത്തിൽ യജ്ഞവേദി ഉണർത്തിയ മഹത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഈ ഭൂഗോളത്തിൽ തന്നെ വിവിധ ഭൂഗോള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന മണ്ണടി പൊന്നമ്മ ചേച്ചി. ആ മാതാവിൻ്റെ അനുഗ്രഹീത പുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കുവാനായി, നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ആരാധിക്കുവാനായി, ദക്ഷിണ കൊടുക്കുവാനായി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരി ശ്രീ ബഹുമാന്യനായ ശ്രീ കേശവൻ നായർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ആദരവായി അദ്ദേഹത്തിന് ഒരു മെമ്മന്റോ സമർപ്പിക്കുവാനും രക്ഷാധികാരിയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഷാളണിയിച്ച് ആദരിക്കുവാനായി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ അവരെ ക്ഷണിക്കുന്നു. ആചാര്യൻ്റെ ആദരവ് രക്ഷാധികാരിക്ക് സമർപ്പിക്കുന്നു. അടുത്തതായി യജ്ഞഹോതാവ് ശ്രീ ശ്രീകുമാര ശർമ്മ അവരെ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ അവർ ദക്ഷിണ നൽകി ആദരിക്കുന്നു. അദ്ദേഹത്തിന് ഷാള അണിയിക്കുന്നതിനായി ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ രമേശ് അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി യജ്ഞ പൗരാണികർക്ക് ദക്ഷിണ നൽകുന്ന അദ്ദേഹത്തെ ഷാളണിച്ച് ആദരിക്കുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് അംഗം ശ്രീ മധുസൂദൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി യജ്ഞ പൗരാണികരിലൊരാളായ ശ്രീ കരുനാഗപ്പള്ളി സുനിൽകുമാർ അവർ അദ്ദേഹത്തെ ആദരിക്കുവാനായി ക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ ശ്രീ ദക്ഷിണ നൽകുന്നതിന് ക്ഷേത്ര ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ നായരെ ക്ഷണിക്കുന്നു. ഷാൾ അണിയിച്ച് ആദരിക്കുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ ശ്രീ അജിത് കുമാറിനെ ക്ഷണിക്കുന്നു. ശ്രീ SS അജിത്തിനെ ക്ഷണിക്കുന്നു. കമല മാസ്റ്ററായ ശ്രീ ചാത്തന്നൂർ സുജിത് കുമാറിനെ ആദരിക്കുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ശ്രീ വിനോദിനെ ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റ് മെമ്പർ ശ്രീ സതീഷ് കുമാർ അവர்களാണ്. അതുപോലെ ഈ സപ്താഹയജ്ഞം ഗംഭീരമാക്കുവാൻ പിന്നണിയിൽ പ്രവർത്തിച്ച ചില ആളുകളെ കൂടി ആദരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സ്റ്റേജും പന്തലും കമാനങ്ങളും ഒക്കെ തീർത്ത ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിലെ ഡോക്ടർ അംബിനാഥൻ പോയിറ്റിയെ ആദരിക്കുന്നതിനായി ക്ഷേത്ര പ്രസിഡന്റ് P. ശ്രീകുമാർ അവരെ ക്ഷണിക്കുന്നു. ക്ഷേത്ര സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. സരിഗാ സംസ്കൃതമ നമുക്ക് നാദവും വെളിച്ചവും ഒക്കെ തന്ന് ഭംഗിയായി യജ്ഞം നമ്മുടെ മുഖ്യ രക്ഷാധികാരി ശ്രീ കേശവൻ നായർ അവരെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഭഗവാൻ നാരായണ സ്വാമിയുടെയും തെന്നൂർ ശ്രീകണ്ഠൻ ശാസ്താവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന്. ഒപ്പം ഈ യജ്ഞവേദിയിൽ 7 ദിവസവും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം.